ഗൈസ് ചെറുതായിട്ട് മഴ തോന്നപ്പോൾ ഞങ്ങൾ വെളിയിറങ്ങി. ചേച്ചിയും കുഞ്ഞും കൊടയിൽ. ഗൈസ്, നിങ്ങൾ ആ ദൂരെ കാണുന്ന മരമില്ലേ, അതാണ് വൈറ്റ് സിൽക്ക് കോട്ടൺ ട്രീ. അതിന് 200 വർഷം പഴക്കമുള്ളൊരു മരമാണ് നിൽക്കുന്നത്. അതിനകത്ത് നിറയെ ഓറഞ്ച് കളറിലെ പൂക്കളൊക്കെ പിടിക്കും. പക്ഷേ ഈ ഒരു ടൈമിൽ ഇല്ലായിരുന്നു. ഞങ്ങളെല്ലാവരും അവിടെ ആണെങ്കിൽ എനിക്ക് പറയാം, വീട് ചിലപ്പോൾ അടിച്ചേരാൻ. ഗൈസ്, ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്തത് കാരണം ഇവിടെ ഫുള്ള് ചെളിയായി. ഗൈസ്, അപാര ഫോട്ടോഷൂട്ടാണ്. മഴ പെയ്ത കാരണം ഇവിടെ ഭയങ്കര ചെളി കാരണം നടക്കാൻ വയ്യ ഗൈസ്. ഗൈസ്, ഈ നിൽക്കുന്ന ഒരു ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാണ്. ഒരു അറ്റം മുതൽ അങ്ങ് അറ്റം വരെ പൂവത്തിങ്ങ് നിൽക്കുകയാണ്. നമ്മൾ ക്യാമറ ഇതിന് കുഞ്ഞു വെള്ളങ്ങൾ ക്യാമറ നോക്കൂ, എത്ര കാലികൾ. ഇവിടെ തോട് വരെയായി ഗൈസ്. റോഡ് ഫുൾ തോടായി. ഇവിടെ ഈ വൈറ്റ് വയലറ്റ് കളറിൽ വിടർന്നു നിൽക്കുന്ന പൂവിൻ്റെ പേരാണ് സ്പൈഡർ ഫ്ലവർ. അതങ്ങോട്ട് നടക്കുമ്പോഴാണ് ഇങ്ങോട്ടോ. ഇവിടെ ഈ നിൽക്കുന്ന ഈ ചുമന്ന കളറിലെ പൂ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള വാഴച്ചെടിയാണ് ഗൈസ്. ഇതിൻ്റെ മഞ്ഞയും വെള്ളയും എല്ലാം ഉണ്ട്. ഗൈസ്, ഈ കുതിരപ്പുറത്തിരിക്കുന്ന ആളാണ് ശ്രീ ചാമരാജ വോഡയാർ. ഇദ്ദേഹം മൈസൂരിലെ മഹാരാജാവായിരുന്നു. ഇതാണ് കോസ്മസ് ഫ്ലവർ. നമ്മുടെ നാട്ടിലെ മാങ്ങാനാറി പോലേക്ക് ഇരിക്കും. നെക്സ്റ്റ് മഴ. മഴ തോന്നപ്പോൾ ഞങ്ങൾ പിന്നെയും വെളിയിൽ ഇറങ്ങി. അപ്പോൾ നമ്മൾ ആദ്യം പോയ എൻട്രൻസിലോട്ട് തന്നെ നമ്മൾ തിരിച്ചു വരികയാണ് ഗൈസ്. ഈ നിൽക്കുന്ന മരങ്ങളെല്ലാം 100 വർഷങ്ങൾ പഴക്കമുള്ള മരങ്ങളാണ് ഇതെല്ലാം. ഗൈസ്, ചിത്രാലപ്പം പോലെ തൂങ്ങി കിടക്കുന്നുണ്ടോ? ഇതാണ് സോസേജ് ട്രീ. ഇതിൻ്റെ നേറ്റീവ് പ്ലേസ് എന്ന് പറയുന്നത് ആഫ്രിക്കയാണ്. ഫ്രൂട്ടിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് വൗണ്ട്, ഫംഗൽ ഇൻഫെക്ഷൻ, സ്കിൻ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ട്രീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. ഞങ്ങൾ മഴയൊക്കെ താണ്ടി ചേച്ചി കുട പിടിക്കുക. അങ്ങോട്ട് കയറുമ്പോൾ പറ്റില്ലമ്മ, മഴ കൊള്ളാം. എൻ്റെ വ്ളോഗർ തിരക്കിലാണ്. ഇതാണ് ലാൽബാഗിലെ ലോട്ടസ് പോണ്ട്. പക്ഷേ അതിനകത്ത് ലോട്ടസ് ഇല്ല കേട്ടോ. അതിൻ്റെ ഇപ്പുറത്തായിട്ട് നമുക്ക് ലാൽബാഗ് ലേക്ക് കാണാൻ പറ്റും. താറാവ്. ഇവിടുത്തെ ചെടികൾക്ക് ആവശ്യമായ വെള്ളമൊക്കെ ഈ ലേക്കിൽ നിന്നാണ് എടുക്കുന്നത്.
ഇടിയാ പച്ച പച്ച നീലൊരു അവിടെപ്പെടുത്താ തലവെച്ചിട്ട് പോകാം. നല്ല മഴയാണ് ഗൈസ്. നനഞ്ഞ് ഊറ്റി ഞങ്ങളല്ല ഞാനും മഞ്ചേട്ടൻ, ബാക്കി എല്ലാം കുടയിലാണ്. അപ്പോൾ ആദ്യം പോയടുത്ത് തന്നെ നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. ഗൈസ് നമ്മൾ മെയിൻ എൻട്രൻസിലെത്തി, നമുക്കിനി വീട്ടിൽ പോവാം. മഴയെല്ലാം നനഞ്ഞ് എവിടെ ഗൈസ് നമ്മൾ ഇവിടെ എല്ലാം കണ്ട് നമ്മളെ വീട്ടിൽ പോവേണം. നമ്മൾ മഴ പ്ലസ് കോൺ. അപ്പം